നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പാരീസിൽ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ ഹോട്ടലിൽ തന്നെയാണ് ഇന്നലെയും തങ്ങിയത്. രാവിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഓരോ 5 മിനിറ്റിലും ഓരോ വിമാനം ലാൻഡ് ചെയ്യുന്ന സീനാണ് കാണുന്നത്. ഇത് നമ്മൾ പാരീസിൽ വന്നിറങ്ങിയ CDG എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലാണ്. രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഇന്നൊരു ദീർഘയാത്രയാണ്. ഇന്ന് നമ്മൾ ഫ്രാൻസിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടെ നിന്നും 285 കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം. 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരം. യൂറോപ്പിൽ അങ്ങനെയാണ്. ഒരു രാജ്യ തലസ്ഥാനത്ത് നിന്നും അടുത്ത രാജ്യ തലസ്ഥാനത്തേക്ക് പോകാൻ വളരെ കുറച്ച് സമയം മതി. അത്ര ചെറുതാണ് രാജ്യങ്ങൾ പലതും. നമ്മുടെ ഷെങ്കൻ വിസ ഉപയോഗിച്ച് 50-ലേറെ രാജ്യങ്ങളിൽ ഒരു തടസ്സവും കൂടാതെ പോകാൻ കഴിയും. നമ്മളെ ബ്രസൽസ് സിറ്റി ടൂർ അത് ഗൈഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഈ സിറ്റി ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രസൽസിലല്ല താമസിക്കുന്നത്. കാരണം പിന്നീട് നമ്മൾ നെതർലൻഡ്സിൽ എത്തണമെങ്കിൽ ധാരാളം ദൂരം ഓടണം. അതുകൊണ്ട് പരമാവധി നമ്മൾ വീണ്ടും മുന്നോട്ട് ഓടും. ബ്രസൽസിൽ നിന്ന് വീണ്ടും മുന്നോട്ട് ഓടി അവിടെ നെതർലൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വൈകിട്ട് സ്റ്റേ ചെയ്യുന്നത്. അപ്പം അതുവരെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. അപ്പം ഇന്നത്തെ യാത്ര എല്ലാം സന്തോഷകരമായി ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യാത്ര വിരസമാകാതിരിക്കാൻ നമ്മളോടൊപ്പമുള്ള ഗായകന്മാരും ഗായികമാരും നടത്തുന്ന ഗാനമേള കേട്ടോളൂ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി ഇനി എന്നു കാണും നമ്മൾ തിരമാലമെല്ലേ ചൊല്ലി ചക്രവാളി ഗദ്ഗദം മുഴങ്ങിയിടുന്നു കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ ഇരിക്കണം സാറേ. ബെൽറ്റ് ഇടാൻ പറയും. ഞാൻ മുഴുവൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ
ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴു നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തങ്ങളിൽ ചിറകടിക്ക് ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര മനോഹരമാണ് യാത്രയിലുടനീളമുള്ള കാഴ്ചകൾ. റോഡിനിരുവശവും കൃഷിയിടങ്ങളും വാസസ്ഥലങ്ങളും ഒക്കെയായി ഒരു സുന്ദര ഭൂപ്രദേശം. വശങ്ങളിലുള്ള കാഴ്ചകളും നമ്മുടെ ഗായകരുടെ ഗാനങ്ങളും ഒക്കെയായി ഒരു അവിസ്മരണീയ യാത്ര. ഇതാ നമ്മുടെ റാവുത്തർ സാറിന്റെ ഒരു പാട്ട്. തൊട്ടേ വരാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യാൽ കൈയാൽ വരാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യാൽ കൈ വരാം. പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണല് ഊഞ്ഞാലേ പാടാമോ. ആ കയ്യിൽ ഈ കയ്യിൽ ഒരു പിടി കഴിക്കാത്ത നെല്ലിക്ക മാടി തരുതുമ്പീവ കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്താൽ തൊട്ടേ വരാം. തുടർന്ന് രാമകൃഷ്ണ സാറിന്റെ കരാക്കെ പാട്ടാണ്. अपना दिल तो आवारा न जाने किसी पे आएगा. अपना दिल तो आवारा न जाने किसी पे आएगा. हसीनों ने बुलाया, गले से भी लगाया, बहुत तो समझाया, यही न समझा. हसीनों ने बुलाया, गले से भी लगाया, बहुत तो समझाया, किसी पे आएगा. अपना दिल तो आवारा न जाने किसी पे आएगा. ഇല്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ. കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ. ത്രേസ്യാമ്മ ടീച്ചർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് സ്വന്തമായി എഴുതിയ ഗാനം ആലപിക്കുകയാണ്. അവസാനത്തെ ദിവസങ്ങളിലുള്ള ഒരു സോഷ്യൽ ഉണ്ടല്ലോ, മണിക്ക് അടുത്ത് വെച്ചു ആ സമയത്ത് കേൾക്കാമോ?
ആ സമയത്ത് എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. അന്നൊക്കെ ഞാൻ നല്ലപോലെ പാട്ട് പാടുമായിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞൊരു പാട്ട് പാടാം. കേൾക്കുന്നുണ്ടോ? അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പാട്ട് പാടി. പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാൻ കെട്ടി, ഞാൻ പട്ടുനൂലു ഞാൻ ആത്മനായകൻ എൻ ജീവ സാമ്രാജ്യ സാർവഭൗമൻ എങ്ങോ പോയെങ്ങോ എന്നാത്മനായകൻ എൻ ജീവ സാമ്രാജ്യ സാർവഭൗമൻ മരണം മാടി വിളിക്കുന്നതിന് മുൻപ് കരളിൻ്റെ ദേവൻ കാണൂ ഞാൻ, കരളിൻ്റെ പൊട്ടാത്ത ഒരാൾ ആരെങ്കിലും പാടണമെന്ന് പറഞ്ഞു. പറയുന്നതിന് മുമ്പേ പാട്ട് അപ്പുറത്തുനിന്ന് വന്നു. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാല കെട്ടി, ഞാൻ പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാടിയ പാട്ടുകാരന് എന്നോട് വന്ന് പറഞ്ഞു ഐ ലവ് യു. അല്ല, ഞാൻ ചോദിക്കാൻ പോയതാ മിക്സഡ് സ്കൂൾ ആണോ എന്ന് ചോദിക്കാൻ പോയതാ. ഐ ലവ് യു എന്ന് പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 10-16 വയസ്സല്ലേ ഉള്ളൂ. ഒരാൾ വന്നിട്ട് ഐ ലവ് യു എന്നൊരു ചെറുക്കൻ വന്ന് പറയാന്ന് പറഞ്ഞു. ഓ പോലെ ഇടിച്ചു. ഞാൻ എന്തോ കുഴപ്പം ചെയ്യുന്നുള്ള മട്ടില് പിന്നെ ഞാൻ ആ ചെറുക്കനോട് മിണ്ടിയിട്ടില്ല ജീവിതത്തിൽ. അപ്പൊ മിണ്ടിയിട്ടേ ഇല്ല. കാരണം എന്നോടൊരു അപരാധം ചെയ്ത ചെറുക്കനല്ലേ. ഞാൻ മിണ്ടിയിട്ടില്ല. അവസാനം അവന് അവിടെ വെച്ച് അത് തീർത്തു. അപ്പൊ അത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഞാൻ പൊട്ടാത്തത് പാടിയപ്പോ അവൻ പൊട്ടി തകർന്നത് പാടി തീർത്തു. അത്രേ ഉള്ളൂ. ഗാനം മാത്രമല്ല, തന്റെ പഠനകാലത്തെ പ്രണയ രഹസ്യവും വെളിപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിച്ചു. ഇതിൽ ആവേശം കൊണ്ട് കാക്കിക്കുള്ളിലെ കലാകാരൻ ത്രിവിക്രമൻ സാറിന്റെ ഊഴമാണ് അടുത്തത്. അകത്ത് എല്ലാരും കയറിയപ്പോ നമ്മുടെ പ്രിയ ഭക്തി എന്ത് ചെയ്തു, ഇവിടെ കയറിയിട്ട് അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ പുറകില് ഇങ്ങനെ കൊടുത്തിട്ട് പിടിച്ചോട്ട് ഇവിടെ നിന്ന്. അപ്പൊ ഇവിടെ കയറി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത എൻഡിൽ കൂടെ കയറി അങ്ങ് പോവുകയാണ്. ലിഫ്റ്റ് അങ്ങ് പോയാൽ ഓടി ചെല്ലുമ്പോൾ ആളിനെ കാണില്ല. തൊട്ട് പുറകെ അപ്പൊ പൊട്ട് പുറകെ ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ പല ചോദിച്ചിനെ തിരിഞ്ഞു നോക്കണം തിരിഞ്ഞു. ചിലപ്പോ ഇതുകൊണ്ട് കയറി പോയി കഴിഞ്ഞാലേ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആളിനെ കിട്ടത്തില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കണത്. പിന്നെ വേറൊരു രസം നടന്നു. ഇന്നലെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് പോകുന്ന നേരത്ത് പോയി കാർഡ് ഇട്ടു. ലിഫ്റ്റിൽ കയറി കാർഡ് ഇട്ടു. ഞാൻ കാർഡ് ഇട്ട് എന്റെ 3 പ്രസ് ചെയ്തു. അപ്പൊ നമ്മുടെ റാവുത്തർ സാർ വന്ന് സാറിന്റെ കാർഡ് ഇട്ട് അടുത്ത സാറിന്റെ ഫ്ലോർ പ്രസ് ചെയ്തു. അപ്പൊ ലിഫ്റ്റ് മോളിൽ പോവും, പിന്നെ തിരിച്ചു വരും, പിന്നെ മോളിൽ പോവും, പിന്നെ തിരിച്ചു വരും. അവരെ ഫ്രണ്ടിൽ വരുന്നു പോകുന്നു. പിന്നെ രണ്ടാമത് ഞാൻ 8 പ്രസ് ചെയ്യും. അപ്പൊ സാറിട്ട് പ്രസ് ചെയ്യും. അത് വീണ്ടും പോകും. അവസാനം ഞാൻ ഏതായാലും ഒരൊറ്റ പരിപാടി മാത്രം ചെയ്താൽ മതി. അവസാനം നമ്മൾ തീരുമാനിച്ചു ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അങ്ങനെ സാറ് രക്ഷപ്പെട്ടു. ഇനിയത്തെ ഊഴം ബാബു സാറിന്റെയാണ്. അനുഭവം 76-ാം ആണ്ടിലാണ്, 1976 കമ്പനിയിൽ കയറുന്നത്. അപ്പോൾ ODPC വഴി ഒരു സെലക്ഷൻ വരുന്നു. ODPC അറിയാമല്ലോ, ഓവർസീസ് ഒഡെപെക്. അപ്പോൾ ഗവൺമെൻറ് ഫേമാണ്. അപ്പോൾ നമുക്ക് യാതൊരു പൈസ ചിലവാകുന്നില്ല. ഗൾഫിലേക്ക് പോകാനൊരു ചാൻസ് വരുന്നു. പറഞ്ഞ് നമുക്ക് മെസ്സേജ് കിട്ടുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു കൂട്ടർക്കാർ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 50 ആൾക്കാർ ഹാപ്പിയായി. കാര്യം നമുക്ക് നമ്മുടെ ഫീൽഡിൽ നിന്ന് ഒരാൾ പോകുന്നത് എനിക്ക് അഭിമാനമായിരുന്നു. അതുകൊണ്ട് ഇത് പോകണം. 77-ലാണ് സംഭവം നടക്കുന്നത്. അതായത് നമ്മൾ പോകുന്നത് ലീവിൻ്റെ യാതൊരു പ്രശ്നം വരുന്നില്ല. നിങ്ങളെ ധൈര്യമായിട്ട് പോകണമെന്ന് എല്ലാ ശ്രമവും നടത്തുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ കത്ത് വാങ്ങിച്ചു. കത്ത് വന്നിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തു. ഈ കത്ത് കൊണ്ട് പ്രസൻറ്റ് ചെയ്തെങ്കിലും എനിക്ക് ലെറ്റർ കിട്ടിയില്ല. പിന്നെ ലെറ്റർ കിട്ടിയ ഞാൻ ഓഫീസ് ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ബാബു സാറിന്റെ ജീവിതകഥ തുടരുകയാണ്.
ഇപ്പോൾ ഒരു കാറ്റാടി പാടത്തിന് സമീപത്തു കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ നിരനിരയായി സ്ഥാപിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി ഉൽപാദനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്പിലുള്ളത്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി നിർമ്മാണമാകുമ്പോൾ മറ്റ് നിർമ്മാണ രീതികളിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റായ പരിസ്ഥിതി മലിനീകരണം ഇതിൽ തീരെ ഉണ്ടാകില്ല. കൃഷിയിടത്തിനുള്ളിലാണ് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു ഗോതമ്പ് പാടമാണെന്ന് തോന്നുന്നു. കൃഷിയും വൈദ്യുത ഉൽപാദനവും ഒരുമിച്ച് കൊള്ളാം. ഇനി ശ്രീകുമാരി ചേച്ചിയുടെ ഊഴമാണ്, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചേച്ചി. ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപന്തലിൽ തേന്മലർ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനെ ചക്രപന്തലിൽ തേന്മലർ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജത്തെ രാജകുമാര. അടുത്തത് മിസ്സിസ് വിമലയുടെ ഊഴം. താനൊരു ബ്യൂട്ടീഷ്യൻ മാത്രമല്ല ഒരു ഗായിക കൂടെയാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. വീണ്ടും റാവുത്തർ സാർ. വമ്പന്റെ പള്ളി നായാട്ട് ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് മുന്നിൽ കാത്തുനിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. ഏഴര പൊന്നാന എഴുന്നള്ളി വന്നപ്പോൾ ഏതോ നാവിൽ ഞാൻ മയങ്ങി പോന്നു. പഞ്ചാരി വീട്ടില്ല, പാണ്ടിയും വന്നില്ല, പഞ്ചബാണ വീട മാത്രം മുഴങ്ങി കാതിൽ പ്രേമ പഞ്ച. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷിയിടങ്ങളും താമസ ഇടങ്ങളുമായി കൂടിച്ചേർന്ന ഗ്രാമങ്ങൾ, നല്ല ഭംഗിയുള്ള വീടുകൾ. ഷെൽട്ടർ എന്നതിനപ്പുറം പൊങ്ങച്ചം കാണിക്കാനല്ല ഇവിടങ്ങളിൽ വീടുകൾ നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആകെയുള്ള കാശും പോരാത്തതിന് ബാങ്ക് ലോണും എടുത്ത് വലിയ രമ്യഹർമ്മങ്ങൾ ആരും ഉണ്ടാക്കാറില്ല. തല ചായ്ക്കാൻ ഒരിടം, അതിനപ്പുറം അവർ വീടിന് ചിലവാക്കാറില്ല. അവർക്കറിയാം, ഒരു ഭൂമികുലുക്കമോ സുനാമിയോ വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ തീരാനുള്ളതേ ഉള്ളൂ എല്ലാം. വീണ്ടും രാമേഷ സാർ ചാർജായി. ഞാൻ നിന്മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. മൃദുലാംകുലിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. മൃദുലാംകുലിലെ
പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തില് ഹൃദയമാം പുൽക്കൊടി കൈനീട്ടി വെറുതെ കൈനീട്ടി. നിത്യകാമുകി ഞാൻ മടിയിലെ ഞാൻ കൊതിച്ചു. മൃദുലാകുലിലെ പ്രേമ പല്ലവിയാകാൻ. എത്ര സുന്ദരമായാണ് രാമകൃഷ്ണൻ സാർ പാടിയത് എന്ന് കേട്ടോ. രാമകൃഷ്ണൻ സാറിന് ബിഗ് സല്യൂട്ട്. അടുത്ത ഊഴം മുരളി സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനങ്ങൾ ഫോണിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചു. ഇപ്പോൾ കടന്നു പോകുന്ന റോഡിന് ഇരുവശവും പാടങ്ങളാണ്. നമ്മൾ ബെൽജിയത്തിലേക്ക് അടുക്കുകയാണ്. ശ്രീകുമാരി ചേച്ചിയുടെ പാട്ട് തുടരുകയാണ്. ഇതിനിടയിൽ ത്രേസ്യാമ്മ ടീച്ചറിന്റെ യോഗ ക്ലാസ്. ഓക്കെ, ഇനി തിരിച്ച് അതുപോലെ തന്നെ വലത്തെ കൈ. ആ, 1 2 3 ഓക്കെ. ഇനി അടുത്തത് കൈ ഇങ്ങനെ പിടിക്കുക, അല്ല ഇങ്ങനെ പിടിക്കുക, ഇവിടെ അടിക്കുക. 30 പ്രാവശ്യം. ഒരാൾ എണ്ണിക്കോ. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. തിരിച്ച് വീണ്ടും സ്പീഡ് കൂടണ്ട. എന്നിട്ട് അടുത്തത് വെള്ളേനകത്തോട്ട് 60 പ്രാവശ്യം. ആ, തൽക്കാലം ചുരുക്കിക്കോ. അല്ല 60 ചെയ്തോട്ടെ. ഈ എക്സസൈസ് അങ്ങ് ചെയ്തോട്ടെ. എന്താ കുഴപ്പം? എണ്ണയോ? 10 11. അടുത്തത് ഇങ്ങനെ 60 പ്രാവശ്യം. ആ, ഒന്നിച്ച് കൊട്ടിക്കോ. പ്രാവശ്യം. ആ, 15. ഇതിനിടയിൽ ബ്രേക്കിനായി വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ യൂറോപ്പിൽ ഇത്തരം വാഹനങ്ങൾ കണ്ടിന്യൂസ് ആയി ഓടിക്കാൻ പാടില്ല. 2 മണിക്കൂറാണ് അറ്റേ സ്ട്രെച്ചിൽ പരമാവധി ഓടിക്കാൻ അനുവദനീയമായ സമയം. 2 മണിക്കൂറായാൽ വണ്ടി നിർത്തി ഒന്ന് ഫ്രഷായി മാത്രമേ തുടർ യാത്ര പാടുള്ളൂ. അതിനായുള്ള വിശ്രമ സ്ഥലങ്ങൾ ഹൈവേകളിൽ പല സ്ഥലങ്ങളിലുണ്ട്. അത്തരമൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നത്. ഇത്തരം റെസ്റ്റ് ഏരിയകളിൽ ഒരു പെട്രോൾ പമ്പും പിന്നെ അതിനോടനുബന്ധിച്ചൊരു ഷോപ്പിംഗ് സെന്ററും കാഫറ്റേരിയയും എല്ലാം ഉണ്ടാവും. അതുപോലെ ഇത്തരം സ്ഥലങ്ങളിൽ വാഷ്റൂം ഫെസിലിറ്റിയും ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ പെയ്ഡും ചിലയിടത്ത് ഫ്രീയുമായിരിക്കും. ചില സ്ഥലങ്ങളിൽ പേ ചെയ്ത് വാഷ്റൂം യൂസ് ചെയ്ത ശേഷം എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിയാൽ നമ്മൾ കൊടുത്ത തുക തിരികെ കിട്ടും. എത്ര നല്ല കൺസെപ്റ്റ് അല്ലേ? എന്താ ഇതൊന്നും നമ്മുടെ നാട്ടിൽ വരാത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ വാഷ്റൂം ഉണ്ട്. അത് നിയമപരമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ പലതിൻ്റെയും അവസ്ഥ ഒന്ന് കേറി നോക്കിയവർക്കറിയാം.
ഈ ഷോപ്പിംഗ് സെന്ററിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തും കിട്ടും. ഫുഡും ഡ്രസ്സും സോവനീറും എന്ന് വേണ്ട എന്തും. മദ്യം പോലും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ക്യൂ നിൽക്കാതെ വാങ്ങാം. ചിലർ ചിലതൊക്കെ വാങ്ങി, ചിലർ ചായ കുടിച്ചു, വീണ്ടും യാത്ര തുടരുകയാണ്. ടീച്ചർ വിടാൻ തയ്യാറല്ല. സഹയാത്രികരെ തൻ്റെ വിദ്യാർത്ഥികളാക്കുന്ന കാര്യത്തിൽ ടീച്ചർ വിജയിച്ചു. എന്നെപ്പോലുള്ള ചില വികൃതികൾ ഒഴികെ ബാക്കി എല്ലാവരും ടീച്ചറിന്റെ ക്ലാസ്സിൽ അനുസരണയുള്ള കുട്ടികളായി മാറിയിരിക്കുകയാണ്. നമ്മൾ വാഹനം നിർത്തിയത് യാത്രയുടെ മിഡ് പോയിന്റിലായിരുന്നു. ഇനി പകുതി ദൂരം കൂടെ താണ്ടാനുണ്ട്. അതിന് 1.5 മണിക്കൂർ കൂടെ വേണ്ടിവരും. ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. അത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ 30 പ്രാവശ്യം വീതം, പിന്നെ ഇങ്ങനെ 60 പ്രാവശ്യം, ഇങ്ങനെ 60 പ്രാവശ്യം, ഇങ്ങനെ 60 പ്രാവശ്യം, ഇങ്ങനെ 60 പ്രാവശ്യം, ഇത് 30 വീതം. മനസ്സിലായോ? 7 ആണ്. ഓർത്തിരിക്കാൻ ഒരു പ്രയാസമില്ല. ചോയ്സ് ആണ് നല്ലതാ. ഇല്ലെങ്കിൽ ഒന്നായാലും ചെയ്യുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലത്. ഏത് സമയത്ത് നമ്മള് ഫ്രീ ടൈം, ചിലപ്പോൾ TV കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അല്ലെ വൈകിട്ടാകും. നമ്മൾ 1.5 മണിക്കൂറിനകത്ത് ബ്രസൽസിലെത്തും. ഇനി 1.5 മണിക്കൂർ, 1.5 hours. ബോർഡർ ക്രോസിംഗിൽ ചെക്കിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഷെങ്കൻ എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പൊ കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. പ്രത്യേകിച്ച് ഈ കോച്ചിൽ പോകുമ്പോൾ ഈ കോച്ചിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് നേരത്തെ കൊടുത്തിരിക്കും. പിന്നെ ചിലപ്പം ചില സ്ഥലങ്ങളിൽ ഇവർ വന്ന് ഇമിഗ്രേഷൻകാരും പോലീസും ബസ്സിനകത്ത് കയറി വന്ന് നമ്മളോട് ചോദിക്കും. ചോദിച്ച് ആരാ ഗ്രൂപ്പ് ലീഡർ എവിടെ പോകാന്നൊക്കെ ചോദിച്ച് നമ്മളെ കാണിക്കും. ചില സാഹചര്യത്തിൽ മാത്രം, പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. യാത്ര വിജനമായ പ്രദേശത്തു കൂടെയാണ്. ഇരുവശവും കാടാണെന്ന് തോന്നുന്നെങ്കിലും കാടല്ല. കാടിനപ്പുറം കൃഷിയിടങ്ങളാണ്. വശങ്ങളിലെ കാട് മനുഷ്യ സൃഷ്ടിയാണ്. ഇവിടെ ഹൈവേ റോഡുകളുടെ ഒരു എസൻഷ്യൽ ഐറ്റമാണ് വശങ്ങളിലുള്ള മരങ്ങൾ. ഗാനമേള യുഗ്മഗാനങ്ങളിലേക്കും തമാശകളിലേക്കും മാറുകയാണ്. നിർത്തല്ല ഞാൻ ഓൺ ചെയ്തതേ ഉള്ളൂ. എല്ലാരും ചൊല്ലണ് പാവാട പ്രായത്തിൽ നിന്നെ ഒരു ചിന്താരം കൊല്ലാമോ? കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചൊല്ലാം. വളക്കിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കും ഒരു ഞറുക്കിന് ചേർക്കണേ. ഇനി നമ്മുടെ ടൂർ മാനേജരും സ്കൈവേസിന്റെ MD-യുമായ മിസ്റ്റർ ഷാജിയുടെ ഊഴമാണ്. ആശാഭിമാനത്തിലാഹ്ലാദവേളകൾ ആദിനം കൊണ്ടതമ്മ കളവച്ചു വരുവച്ച മേട് ഇളം പൂ കല്യാണമാലി. ആൺകിളി രണ്ടുണ്ട് പെൺകിളി രണ്ടുണ്ട് ഇരുവർക്കും പ്രണയമുണ്ട്.
അതിലൊരു പെൺകിളി അതിനടുത്താൻ കിളി ഇരുവർക്കും ആശയുണ്ട് കളവച്ചുവരു വച്ച മേട് ഇളം വട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു വെള്ളയിലെ പുള്ളിയുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പം എന്നെയും ഓർത്തിടണേ എന്റെ പുനാരെ എന്നെയും ഓർത്തിടണേ കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പം എന്നെയും ഓർത്തിടണേ എന്റെ പുനാരെ എന്നെയും ഓർത്തിടാലും പാലിൽ കോളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുനാരെ കാക്ക വെളുക്കില്ലടി തേനിൽ കോളിച്ചാലും പാലിൽ കോളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പൊന്നാരെ കാക്ക വെളുക്കില്ലടി ഇന്നലെ നീട്ട മഞ്ഞ ചൂരിദാറ് ആരുടെ കാശാണടി എന്റെ പുനാരെ ആരുടെ കാശാണടി ഇന്നലെ നീട്ട മഞ്ഞ ചൂരിദാറ് ആരുടെ കാശാണടി എന്റെ പുനാരെ ആരുടെ കാശാണടി തുടർന്ന് ഞങ്ങളിൽ ഏറ്റവും സീനിയറായ രാജഗോപാൽ സാറിന്റെ ജീവിതകഥയാണ്. അദ്ദേഹമാണ് ഏറ്റവും സീനിയർ എന്ന് തോന്നുന്നു. തെറ്റിയെങ്കിൽ സാർ ക്ഷമിക്കണം. ഞങ്ങളുടെ കമ്പനിയുടെ ഓഫീസ് അബുദാബി ടൗണിലും ഓപ്പറേഷൻ ഫീൽഡ് സാദിയാത്ത് ഐലൻഡിലുമാണ്. ഇത് അവിടെ ലാൻഡിംഗ് ക്രാഫ്റ്റ് സർവീസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഷിപ്പിൽ നിന്ന് കുറഞ്ഞൊരു ദൈവാധീനത്തിന്. ഇതിനിടയിൽ എപ്പോഴോ ഞങ്ങൾ ഫ്രാൻസിൽ നിന്ന് എക്സിറ്റ് ആവുകയും ബെൽജിയം എന്ന രാജ്യത്തേക്ക് കടക്കുകയും ചെയ്തു. ഇടയ്ക്ക് ടോൾ ഗേറ്റ് പോലുള്ള ഒരു സ്ഥലം കടന്നുപോയിരുന്നു. അതായിരുന്നു രാജ്യാതിർത്തി. ഇത് മനസ്സിലാക്കിയത് പിന്നീടാണ്. ഇവിടെ രാജ്യങ്ങളുടെ അതിർത്തി കടക്കുന്നത് നമ്മൾ അറിയുക പോലുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകുമ്പോലെയോ ഒരു സംസ്ഥാനത്ത് നിന്ന് അടുത്ത സംസ്ഥാനത്ത് പോകുമ്പോലെയോ മാത്രമേ ഉള്ളൂ ഇവിടെ രാജ്യാന്തര ബൗണ്ടറി. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും നിന്റെ കാൽപ്പാടുകൾ കാണും. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോടെന്ന പോലെ ഞാൻ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി. പാട്ടിനിടയിൽ കിട്ടാവുന്ന ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നുണ്ട്. പാട്ട് കേൾക്കുന്നതോടൊപ്പം ആ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കല്ലേ. നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പ
പുഷ്പപാദുകം പുറത്തു വയ്ക്കുമീ നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി. താലഭഞ്ജികകൾ കൈകളിൽ മൃദുലതാലമേറ്റും മണിമന്ദിരങ്ങളിൽ രുദ്രവീണകൾ പാടും. പുതിയൊരു സൗണ്ട് വരുന്നുണ്ട്. തൊട്ടേ വരാം തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാനിടാം. തൊട്ടേ വരാം അന്തർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തടല് ഊഞ്ഞാലേ പാടാതിൽ തേടി വരുന്നു ഞാൻ ദേവി ശ്രീദേവി ഞാൻ. അമ്പലനടയിലും കണ്ടില്ല നിന്നെ അരയാത്തറയിലും കണ്ടില്ല. അമ്പലനടയിലും കണ്ടില്ല. ദാഹിച്ചു മോഹിച്ചു മൂടാൻ കോർത്തൊരു താമരാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. ഈ 3 തലമുറ പാട്ടിന്റെ മൂർധന്യത്തിൽ കൈകൊട്ടിക്കളി ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരം യാത്രകളിൽ ബസിന്റെ പുറകിൽ കണ്ടുവരാറുള്ള ഒരു പ്രകടനമാണ് ഇവിടെയും ആരംഭിച്ചിരിക്കുന്നത്. മരുന്നടിച്ച ലക്ഷണം. അന്നപ്പോൾ നടന്നു ഹലോ കാറ്റേ നീ വരുമ്പോൾ കൊണ്ടുപോ നീ കവിളിട തഴുവിയോ വെള്ളിമണിക്കിലും നീയല്ലോ തുള്ളി നീ വരുമ്പോൾ കളി പറഞ്ഞു കാവലെ കഥ പറഞ്ഞു. പുഴയിൽ നീരാടി നിന്ന നേരം നീലഞ്ചും കുളിരലയിൽ മൂടി പൂത്ത നേരം. പുഴയിൽ നീരാടി നിന്ന നേരം നീലഞ്ചും കുളിരലയിൽ മൂടി പൂത്ത നേരം. ഞാൻ കിടന്നു ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. കാലുമാറി കണ്ടു ഞാൻ പൂനിലാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച പൂനിലാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ആയിരം പിളി നാഗസരമേളമിട്ടു പാതിരാക്കിളി പന്തലിട്ടു പാതിരാക്കിളി നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയാണവൾ രാഗലോലയാണവൾ ഞാൻ അവൾ കുടുങ്ങി രാഗലോലയായി മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു അവൾ കുണുങ്ങി നിന്നു അവൾ കുണുങ്ങി നിന്നു. മലയാളെ കണ്ടു ഞാൻ പൂനിലാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ.
കോവിലിലെ ദേവിയാണവൾ, ഞാൻ ഒരിഞ്ഞും ദേവലോകറാവിലെ ദേവിയാണവൾ, ഞാൻ ഒരിഞ്ഞും ദേവലോകറാ. ഞങ്ങൾ ബ്രസൽസിലെത്തി. ഇന്നത്തെ ലഞ്ച് ഇവിടെയാണ്. ബെൽജിയമിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെ ഒരു ഗള്ളിയിലാണിപ്പോൾ. ഇവിടെയുള്ള ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇവിടെ വാടകയ്ക്ക് കിട്ടുന്ന ഒരുതരം ഇലക്ട്രിക് വാഹനമാണ്. കിക്ക് സ്കൂട്ടർ എന്നാണ് ഇതിന്റെ പേര്. ഇത് മെക്കാനിക്കലായും ഇലക്ട്രിക്കലായും ഓടുന്നവയാണ്. ഇത്തരം വാഹനങ്ങൾ നഗരത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓൺലൈനായി വാടകയ്ക്ക് കിട്ടും. ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഒരു വാഹനമാണിത്. ഇവിടുത്തുകാർ ഈ സൗകര്യം ധാരാളമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ കൂടുതൽ വിഭവങ്ങളും യൂറോപ്യൻ ആണെന്ന് മാത്രം. എങ്കിലും നമ്മുടെ നാട്ടിലെ വിഭവങ്ങളും കാണും. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡിൽ ഈ നഗരത്തിന്റെ കാഴ്ചകളാണ് ഉണ്ടാവുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കില്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാവും, ബുധനും ശനിയും രാത്രി 7 മണിക്ക്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.